Made in Kerala, made in Kerala. The guest on today's episode of Radio City Made in Kerala is very special. ഇദ്ദേഹം ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്. സൽമാൻ ഖാൻ മുതൽ സണ്ണി ലിയോണി വരെ ഫോളോ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ്. കൂടാതെ മലയാളത്തിൻ്റെ മെഗാ സ്റ്റാർ മോഹൻലാൽ സാറിൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റാണ് നമ്മുടെ ഗസ്റ്റ്. ഗൂഗിളിൽ മലയാളികൾ ഏറ്റവും അധികം സെർച്ച് ചെയ്ത ഒരു പേരാണ്. ദ മോസ്റ്റ് ഹാപ്പനിങ് നെയിം ഇൻ ഫാഷൻ, ഫിലിം ആൻഡ് സോഷ്യൽ മീഡിയ. വി ഹാവ് വിത്ത് അസ് ജിഷാദ് ഷംസുദ്ദീൻ. ജിഷാദ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു മെയ്ഡ് ഇൻ കേരള. താങ്ക് യു. നമസ്കാരം സനീഷ്. ജിഷാദിനെ ലോകം അറിയുന്നത് ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്ന നിലയിലാണ്. പക്ഷെ ഒരുപാട് പേർക്ക് അറിയാത്തത് ഈ ഫാഷൻ സ്റ്റൈലിംഗ് എന്ന ഒരു ടാഗിനെ കുറിച്ചാണ്. കുഡ് യു പ്ലീസ് ടെൽ us more about what exactly do you do as a stylist? ഫാഷൻ സ്റ്റൈലിസ്റ്റ് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റൈലിംഗ് ദ ഫാഷൻ. ദാറ്റ്സ് ഇറ്റ്. അപ്പോ വസ്ത്രങ്ങളിൽ മാത്രമല്ല, ക്ലോത്തിലും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ വീട്, അല്ലെങ്കിൽ ഇഫ് നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് വി വിൽ ബി ടേക്കിംഗ് ലോട്ട് ഓഫ് റെഫറൻസ്. അല്ലെങ്കിൽ നമ്മളൊരു ഇനിയിപ്പോ ഭക്ഷണം തന്നെ, ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ആപ്പിൾ ഉണ്ട്. ഈ ആപ്പിൾ ഇന്ന് ഒരുപാട് ടൈപ്പ് ഓഫ് ആപ്പിൾസ് ഉണ്ട്, അല്ലെ? പണ്ടൊന്നും ഞാനൊന്നും എന്റെ ചെറുപ്പത്തിൽ ഗ്രീൻ ആപ്പിൾ കണ്ടിട്ടില്ല. ചിലപ്പോ ഇറ്റ് വിൽ ബി നമ്മുടെ നാട്ടിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം, അത് ഉണ്ടായിരിക്കാം. അപ്പോ ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താ പറയാ, ഫാഷനബിൾ ആപ്പിൾസ് വരുന്നു. അപ്പൊ നമ്മൾ ആ പദത്തിനോട് നമ്മൾ ഫാഷൻ ആഡ് ചെയ്യുന്നില്ല, പക്ഷെ ഇതെല്ലാം ഒരു സെയിം ഫോമാറ്റ് തന്നെയാണ്, ഒരു ഫോമുല തന്നെയാണ്. യു മേക്ക് ഇറ്റ് സൗണ്ട് വെരി സിമ്പിൾ, പക്ഷെ ഇത് ഇത്ര സിമ്പിളായ സംഭവം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിലിംസിൽ എന്താണ് ഫാഷൻ സ്റ്റൈലിംഗിന്റെ റോള് വരുന്നത്? ഈസ് ഇറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി ക്യാരക്ടർ, സ്റ്റോറി? അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? മോസ്റ്റ് ഓഫ് ദ ടൈം ഫിലിം ഫാഷൻ എന്ന് പറയുന്നത്, ഫിലിമിൽ ഫാഷന്റെ എലമെന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാ സിനിമയ്ക്കും ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ മൂവി ഇറ്റ്സ് ഓൾ അബൌട്ട് ക്യാരക്ടേഴ്സ്. നമ്മൾ അതിൽ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലുങ്കി കൊടുക്കുന്നത് ഒരിക്കലും നമുക്കൊരു ഫാഷൻ എന്ന് പറയാൻ പറ്റില്ല. ലുങ്കി എന്ന് പറഞ്ഞാൽ ധോത്തിയുടെ പ്രിന്റഡ് വേർഷൻ ലുങ്കീസ് കൊടുക്കുന്നത് ആർക്കും അതൊരു ഫാഷൻ ആയിട്ട് ആരും പറയുന്നില്ല. പക്ഷെ ദാറ്റ്സ് ഓൾസോ എ ഫാഷൻ ഫോർ ദ ക്യാരക്ടർ. വി ആർ ഗിവിംഗ് ദ ബെസ്റ്റ് ഓഫ് അവര് നമ്മളൊരു കോൺസെപ്റ്റ് മാത്രമേ പറയുള്ളൂ. ഒരു കല്ല് പണിക്കാരൻ, അല്ലെങ്കിൽ ഒരു ലോറി ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു മരം വെട്ടുകാരൻ. ഒരു മരം വെട്ടുകാരന് നമുക്ക് ഒരിക്കലും ജീൻസ് കൊടുക്കാൻ പറ്റില്ല. സോ വി വിൽ ബി ഗിവിംഗ് ദം ഒരു ധോത്തി. ആ ധോത്തിയിൽ നമ്മളൊരു ഫാഷനബിൾ ആയിട്ടുള്ള, ബിക്കോസ് ദാറ്റ് ക്യാരക്ടർ ഷുഡ് ബി സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ അതേഴ്സ്. സോ വി വിൽ ബി സ്റ്റൈലിംഗ് ദ ക്യാരക്ടർ. മലയാളികള് ജിഷാദിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് മോഹൻലാൽ സാറിന്റെ മാറുന്ന സ്റ്റൈലുകൾ കണ്ടിട്ടാണ്. എസ്പെഷ്യലി ഹിസ് presence and his on live performance and visits. We saw a change in his style, actually, something in very particular, which was not there earlier. That's when people started searching it. That's how your name came up on internet. ജിഷാദിനെ സൽമാൻ ഖാനിൽ നിന്ന് മോഹൻലാൽ സാറിലേക്കല്ലേ വരവ്? How did that happen? I met a person called Sajid Hiya, a director, Malayalam movie director. So he invited me for an event called his movie Mohanlal. So Mohanlal എന്ന പേരുള്ള സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ഞാൻ പോവുകയും അത് കഴിഞ്ഞപ്പോ ആളെ ഒത്തിരി കൂടുതൽ സംസാരിക്കുകയും ചെയ്തപ്പോ ആൾക്കൊരു ജീൻസ് വേണമെന്ന് പറഞ്ഞു. ആൻഡ് ആ ജീൻസ് ഞാൻ ചെയ്തു കൊടുത്തു. And he was wearing that denim for Mohanlal movie promotions in Dubai and Qatar. Not Dubai, Qatar, I guess. Yeah, Qatar. Appo adu kazhinju vannu, he introduced me to Srikumar Menon, director. Srikumar sir ne ene പരിചയപ്പെടുത്തിയപ്പോൾ Srikumar sir we were in touch, ഇടയ്ക്ക് ചാറ്റ് ചെയ്യും, സംസാരിക്കും. അങ്ങനെ ശ്രീകുമാർ സാർ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആർ യു ഇൻ കൊച്ചിൻ? കൊച്ചിനിലില്ല ഞാൻ ആ സമയത്ത്, ഞാൻ ഐ ആം ഇൻ ചെന്നൈ. അപ്പൊ പറഞ്ഞു, ടുമാറോ വി ആർ ഷൂട്ടിംഗ് വിത്ത് മോഹൻലാൽ സർ, ആൻഡ് യു ആർ ഗോയിങ് ടു സ്റ്റൈൽ മോഹൻലാൽ സർ. ആൻഡ് ഹി സെൻഡ് മീ സം ഐഡിയാസ്. ദിസ് ഈസ് ദ തിങ് വാട്ട് യു വാണ്ട്. ചെന്നൈ എൻ്റെ സിനിമ. അപ്പോ ലക്കിലി ഐ വാസ് ഇൻ ചെന്നൈ. സോ ചെന്നൈ നമുക്ക് കൊച്ചിനെക്കാട്ടിലും കുറച്ചും കൂടി സ്റ്റോഴ്സും ബ്രാഞ്ചും അവൈലബിലിറ്റി കൂടുതലാണ്. So I went to all the stores, but I can't find anything according to the reference and all. And I came to Cochin, and I think shoot day morning only I made the design. I made the jacket, and our shoot കഴിഞ്ഞു.
ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ലാൽ and I was like, you know what, like മോഹൻലാൽ സാർ അതായത് ഇത്രയും വലിയൊരു സ്റ്റാറിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഹൗ എക്സ്പീരിയൻസ്ഡ് അതൊന്നും ഇറ്റ് ഡസന്റ് മാറ്റർ. നമ്മള് ദുബായിൽ പോയിരുന്നു, ലണ്ടനിൽ പോയിരുന്നു, അമേരിക്കയിൽ പോയിരുന്നു പറഞ്ഞാൽ വി ആർ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മോഹൻലാൽ സാർ. അപ്പോ അതിന്റെ ഒരു സംഭവം അങ്ങനെ അത് കഴിഞ്ഞു. എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല നന്നായിട്ടുണ്ടോ. If I'm styling a normal person, I can ask, is it okay? അല്ലെങ്കിൽ good. Imagine if he's asking me back, like, that is not my job. You have to tell me, is it good or Okay. അപ്പൊ I was like, ആ മോഹൻലാൽ സാറിനെ ഇന്നും എത്ര സ്റ്റൈൽ ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫൈ ആവില്ല. മീൻസ് എന്ത് കൂടുതൽ കൊടുക്കണം, ബട്ട് വി ആർ സാറ്റിസ്ഫൈഡ്, ബട്ട് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ മോഹൻലാൽ സാറിന്റെ ഒരു ക്യാരക്ടറും കൂടി ഉണ്ട്. ഐം സോറി, ഐം ജസ്റ്റ് അതിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ഗോയിങ് ദർ. മോഹൻലാൽ സാറിന്റെ ഒരു ബിഹേവിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് മതിയാവുന്നില്ല എന്ന് തോന്നില്ലേ, അല്ലേ? അപ്പൊ ആ ഒരു അതുപോലെയാണ് സാറിന് എന്തൊക്കെ നമുക്ക് കൊടുത്താലോ, ഇനി എന്തെങ്കിലും കൊടുത്താലോ, ഇനി എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെയുള്ള ആ ഒരു സംഭവമാണ് മോഹൻലാൽ സാർ. പിന്നെ മുഖത്ത് എപ്പോ നോക്കിക്കഴിഞ്ഞാലും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഏത് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ കാണാൻ പറ്റുള്ളൂ, ഒരു ചിരി. അപ്പോ സാറിന്റെ മുഖത്ത് ആ ഒരു പ്രസന്നത, ആ ചിരിയും കാണുമ്പോ ഞാൻ നല്ലതായിട്ടാണോ ചെയ്തത്, ചീത്തയായിട്ടാണോ ചെയ്തത്, ഇതൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. Made in Kerala, made in Kerala.